പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം പലരും പറയുന്നതും അല്ലെങ്കിൽ കേൾക്കുന്നതുമായ ഒരു വിഷയമാണ് ശാസ്ത്രം പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. പക്ഷെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത സത്യം ഇതാണ്: ബൈബിൾ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ലെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്ര സത്യങ്ങൾക്കെതിരെ ആകുന്നില്ല. അതിന് മഹത്തരമായി ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ച പല സത്യങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബൈബിൾ പരാമർശിച്ചിട്ടുണ്ട്. ഭൂമിയെക്കുറിച്ച് ബൈബിൾ പറയുന്നു. യോബിൻ്റെ പുസ്തകം 26:7 പറയുകയാണ്: ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഇന്നത്തെ ശാസ്ത്രം പറയുന്നു ഭൂമി ശൂന്യത്തിൽ അല്ലെങ്കിൽ ഗ്രാവിറ്റി കൊണ്ട് നിലനിൽക്കുന്നു. അത്ഭുതമല്ലേ? ആളുകൾ ഭൂമി ഏതൊക്കെയോ പക്ഷിമൃഗജാലങ്ങളുടെ മേൽ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിന്മേൽ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് കരുതിയിരുന്നപ്പോൾ ബൈബിൾ പറയുകയാണ് ഭൂമി ശൂന്യതയിൽ അല്ലെങ്കിൽ ഗ്രാവിറ്റിയിൽ നിലനിൽക്കുന്നു എന്ന്. യെശയ്യാവ് 40:22 പറയുന്നു: അവൻ ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഹി ദാറ്റ് സിറ്റ് അപ്പോൺ ദ സർക്കിൾ ഓഫ് ദ എർത്ത്. ചുറ്റും അല്ലെങ്കിൽ സർക്കിൾ എന്ന വാക്ക് ഹീബ്രുവിൽ ചങ് എന്ന് പറയുന്നു. അർത്ഥം ഗോളാകൃതി, വൃത്താകൃതി എന്നൊക്കെയാണ്. ഇന്നത്തെ ശാസ്ത്രം തെളിയിച്ചു ഭൂമി ഗോളമാണെന്ന്. അടുത്തത് നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും പറ്റിയാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 33:22 പറയുകയാണ്: ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുകയില്ല. ശാസ്ത്രം എന്ന് പറയുന്നു ബില്യൺസ് ഓഫ് ഗാലക്സികളും ഓരോന്നിലും ബില്യൺസ് ഓഫ് നക്ഷത്രങ്ങളും ഉണ്ട് എന്ന്. ബൈബിൾ പറയുകയാണ് നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുകയില്ല എന്നും. 1 കൊരിന്ത്യർ ലേഖനം 15:41 പറയുകയാണ്: നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. ഇന്ന് ശാസ്ത്രം പറയുന്നു ഓരോ നക്ഷത്രത്തിനും വ്യത്യസ്തമായ നിറവും പ്രകാശവും ഭാരവും ഊർജവും ഉണ്ട് എന്ന്. ആമോസ് 5:8 കാർത്തികയെയും മകരത്തെ പറ്റിയും ഇയ്യോബ് 9:9 സപ്തർഷികളെ പറ്റിയും മറ്റു നക്ഷത്ര മണ്ഡലങ്ങളെ പറ്റിയും പറയുന്നു. ആസ്ട്രോണമി പോലും ഇത് ഇന്നും അംഗീകരിക്കുന്ന വിഷയമാണ്. അടുത്തത് പ്രകൃതിയുടെ ചക്രങ്ങളെ പറ്റിയാണ്. ഉൽപ്പത്തി 1:14-19 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: പകലും രാവും വേർപിരിയാൻ ആകാശവിധാനത്തിൽ ദൈവം വെളിച്ചങ്ങളെ സൃഷ്ടിച്ചുവെന്ന്. ഭൂമിയുടെ ഭ്രമണഫലമായി പകലും രാത്രിയും ഉണ്ടാകുന്നു എന്ന് അർത്ഥം. ഇയ്യോബ് 36:27-28 വാക്യങ്ങൾ പറയുന്നു: അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു, അവൻ്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു. മേഘങ്ങൾ അവയെ ശേഖരിച്ചു വെക്കുന്നു, മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു. അതേപോലെ സഭാപ്രസംഗം 1:7 പറയുകയാണ്: സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്നു, ആ ഇടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു എന്ന് പറയുകയാണ്. ഇത് ഇവാപ്രേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ എന്നീ ജലചക്രങ്ങളെ കാണിക്കുകയാണ്. യെശയ്യാവ് 40:22 പറയുകയാണ്: അവൻ ആകാശത്തെ തിരശീല പോലെ വിരിക്കുന്നു. ഇത് ഹബിൾ ടെലിസ്കോപ്പ് പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയിക്കുകയാണ്. വളരെ കാലം മുൻപേ ബൈബിൾ പറയുന്നു ദൈവം ആകാശത്തെ വിരിക്കുകയാണ് എന്ന്. സഹോദരങ്ങളെ, ശാസ്ത്രം കണ്ടുപിടിച്ചതെല്ലാം ബൈബിൾ മുൻപേ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ബൈബിൾ ഒരു ശാസ്ത്ര പുസ്തകം അല്ലെങ്കിലും അത് സത്യത്തിൻ്റെ പുസ്തകമാണ്. ശാസ്ത്രം പ്രകൃതിയുടെ നിയമങ്ങളെ കാണിച്ചു തരുന്നു. ബൈബിൾ പ്രകൃതിയുടെ സൃഷ്ടാവിനെ നമ്മെ പരിചയപ്പെടുത്തി തരികയാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നുവെന്ന് സങ്കീർത്തനം 19:1 പറയുകയാണ്. പ്രിയരെ, ശാസ്ത്രം പഠിക്കുമ്പോഴും ആകാശത്തെ നോക്കുമ്പോഴും നക്ഷത്രങ്ങളെ എണ്ണുമ്പോഴും നാം ഓർക്കേണ്ടത് ഇതാണ്: ഇതൊക്കെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവായ ദൈവം ഉണ്ട്.